ഹായ് ഫ്രണ്ട്സ്, AV's ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രെഡ് ഉപയോഗിച്ച് ഓവണൊന്നുമില്ലാതെ തവയിൽ തന്നെ നല്ലൊരു ബ്രെഡ് പിസ്സ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ ബ്രെഡ് പിസ്സ തയ്യാറാക്കാനായിട്ട് ചിക്കൻ മസാലയൊക്കെ പുരട്ടി വെക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ വളരെ ചെറിയ പീസായി കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ ഏകദേശം 250 ഗ്രാം ചിക്കൻ ഉണ്ട്. 3 സ്ലൈസ് ബ്രെഡ് പീസയ്ക്കുള്ള ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഇതിൽ നിന്നും ഒരാൾക്ക് ഒരെണ്ണം മാത്രം മതിയാകും കേട്ടോ. ഇതിലും കൂടുതൽ ബ്രെഡ് പീസ വേണ്ടുന്നവർക്ക് കൂടുതൽ ചിക്കൻ എടുക്കേണ്ടി വരും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി 1/4 ടീസ്പൂൺ ചേർത്താൽ മതിയാകും. ഞാനൊരു കളറിന് വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചുണ്ടാക്കിയ പൗഡറാണ് കേട്ടോ. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന മസാലകളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാ നീരും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പും എരിവും പുളിയൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. പോരാത്തത് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ മസാലയൊക്കെ പുരട്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഒരു ഫ്രൈ പാൻ ചൂടാവാനായിട്ട് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചിക്കൻ വറുക്കാൻ ആവശ്യമായ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിലും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മസാലയൊക്കെ പുരട്ടി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. ആദ്യം തീ ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് കൊടുക്കുക. 2-3 പ്രാവശ്യം ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം. ചിക്കൻ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ചിക്കനിൽ വെള്ളം ഇറങ്ങി വരുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കാം. എന്നിട്ടിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബ്രെഡ് സ്ലൈസും എടുത്ത് മാറ്റി വയ്ക്കാം. 3 പീസ് ബ്രെഡ് സ്ലൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഒരു ദോശത്തവ ചൂടാവാനായിട്ട് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ബട്ടർ മെൽറ്റായി വരുമ്പോൾ നമുക്ക് ബ്രെഡ് സ്ലൈസ് ഓരോന്നായി വെച്ച് കൊടുക്കാം. ബ്രെഡ് ഒരു ഭാഗം ചൂടായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പിസ്സ സോസ് ചേർത്ത് കൊടുക്കാം. പിസ്സ സോസിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിസ്സ സോസ് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിസ്സ സോസ് ചേർക്കുമ്പോഴാണ് കറക്റ്റ് സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഉണ്ടാവുക. ഇനിയിപ്പോൾ പിസ്സ സോസ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങളുടെ കയ്യിലുള്ള സാധാരണ ടൊമാറ്റോ കെച്ചപ്പ് തന്നെ ചേർത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള പീസസ് ഓരോന്നായി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റെഡ് ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കളർ ക്യാപ്സിക്കം എടുത്തിരിക്കുന്നത് വീഡിയോ ചെയ്യുമ്പോൾ ഒരു കളർഫുൾ ആവാനും വേണ്ടിയാണ്. 2 ക്യാപ്സിക്കത്തിനും ഒരേ ടേസ്റ്റാണ് ഉള്ളത്. അടുത്തതായിട്ട് പിസ്സയ്ക്ക് വേണ്ടുന്ന ചീസ് വെച്ച് കൊടുക്കാം. അളവൊന്നും പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ച് വളരെ വേഗത്തിൽ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ അടിവശം കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഓരോന്നായി വെച്ച് കൊടുക്കാം. അല്പം ക്യാപ്സിക്കവും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഒരു സ്പൂണിൽ അല്പം വെള്ളം എടുത്ത് ഇതുപോലെ ബ്രെഡിന് ചുറ്റും അല്പമായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 1-2 മിനിറ്റ് ഈ ചീസൊക്കെ മെൽറ്റായി വരുന്നത് വരെ മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ചീസൊക്കെ മെൽറ്റായി ബ്രെഡ് പീസ തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതിനായിട്ട് ബ്രെഡ് എടുക്കുമ്പോൾ വീറ്റിൻ്റെ ബ്രെഡ് വേണമെങ്കിലും മൈദ ബ്രെഡ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എനിക്കിവിടെ മൈദ ബ്രെഡാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടാൻ മറക്കരുതേ. താങ്ക് യു.